സെപ്റ്റംബർ 23 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ഞാനൊരു അപവാദം എന്ന തലക്കെട്ടോടുകൂടി ഞാനൊരു എക്സ്പ്രഷൻ ആണ് എന്ന തോന്നലുണ്ടാവുന്നുണ്ടോ എന്ന് ഒരു അംഗം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് ലിറ്ററേച്ചറായിട്ട് 3ാമത്തെ എഡിഷനിലെ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ പഴമക്കാരായ മനുഷ്യർ നമ്മൾക്ക് സന്ദേശം കൊടുക്കുമ്പോൾ ഒരൊറ്റ കാര്യമാണ്, നമുക്ക് സ്വയം കുടി നിർത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് ശരിക്കും ആദ്യം കിട്ടുന്ന ചോദ്യം. നമുക്ക് സ്വയം കുടി നിർത്താൻ കഴിയില്ല എന്ന് സമ്മതിച്ചാലേ പ്രവർത്തിക്കൂ. പലപ്പോഴും ഈ എയിൽ നിർബന്ധപൂർവ്വം വരുന്ന ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും അത് തന്നെയായിരുന്നു. പണ്ട് മുതലേ എയുടെ സന്ദേശം കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമുക്ക് സ്വയം കുടി നിർത്താൻ കഴിയുമോ. നമ്മൾ ആദ്യം സമ്മതിക്കേണ്ട കാര്യം അതാണ്. ഞാൻ എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ നിൽക്കുന്നത്? ഞാനൊരു അപവാദമാണോ? ഈ കൂട്ടത്തിൽ ഞാനൊരു വ്യത്യസ്തനായിട്ട് എനിക്ക് തോന്നുകയാണ്, ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെയല്ല. ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചിന്തയെ കരുതി നമ്മൾ ഇരുന്നില്ലെങ്കിലാണ് വീണ്ടും ആ സോഷ്യൽ ഡ്രിങ്കർ ആവാൻ ഉള്ള നമ്മുടെ ശ്രമഫലമായി നമ്മൾ വീണ്ടും പോകുന്നതിൻ്റെ കാരണം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് എന്നോട് പറയുന്നത്, നിനക്ക് എയിൽ നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വയം കുടി നിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് സാധ്യമല്ല. ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള മാർഗങ്ങൾ ഞാൻ നോക്കി. എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു ശക്തിയുടെ ആവശ്യകത അവിടെ കടന്നു വരുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴുള്ള ഡിനയിൽ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ബാക്കി കാര്യങ്ങളിലൊക്കെ എനിക്ക് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ അത്ര പൊട്ടറൊന്നല്ല, എന്നെ ആര് പഠിപ്പിക്കേണ്ട ഒരു സംശയത്തോടു കൂടിയ മീറ്റിങ്ങിൽ നമ്മൾ കേൾക്കുക. നമ്മൾ ഉപദേശിക്കുന്ന ആൾക്കാരെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവർ സംശയവും, ഇവനാരാ നമ്മളെ പഠിപ്പിക്കാൻ, നമുക്ക് അവനേക്കാൾ അറിവുണ്ട് എന്ന് പറയുന്ന സാധനം, നമ്മുടെ അറിവുകളും നമ്മുടെ കാര്യങ്ങളും ശരിയാണെന്ന് പറയുന്ന സാധനം, ഇതൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് വേറെ രസം. കാരണം അതൊക്കെ ഉണ്ടായിരിക്കും, അവിടെ അറിവൊക്കെ ഉണ്ടാവും, അതൊക്കെ വേണ്ട സ്ഥലങ്ങളിൽ എടുക്കണം. പക്ഷേ ഈ അറിവ് പ്രയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഈ പറയുന്ന ആൽക്കഹോൾ എന്നതൊരു കെമിക്കലാണ്, എൻ്റെ ജീവിതത്തിൽ മദ്യം കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപകാരം ഉണ്ടായിട്ടില്ല. ഓരോ തവണത്തെ കുടിയും എന്നെ കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവസാന കാലങ്ങളിൽ ഓരോ തവണയും ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതനായി, ആളുകളുടെ മുന്നിലും മറ്റ് കുടുംബത്തിൻ്റെ മുന്നിൽ അപമാനിതനായി, ഒന്നുമില്ലാത്തവനായി, കയ്യിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, പൈസ ഇല്ലാതെയാവുന്നു, നാണം കെട്ടവനായി മാറി. ഇനി കുടിക്കില്ല എന്ന എല്ലാ പ്രതിജ്ഞകളെയും എല്ലാ കാര്യങ്ങളെയും ഇനി ജീവിതത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കുടിക്കരുത് എന്നുള്ള അവസ്ഥ വന്നു. എന്നിട്ടും കുടിക്കുക ചെയ്തു. അപ്പൊ അത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടി സ്വയം മാറ്റാൻ പറ്റുമോ? അവിടെയാണ് എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. എൻ്റെതായ സർവ്വവിധ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്തപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഏകദേശം സഹോദരങ്ങളെ പോലെ സർവ്വസമ്മതമായ ഈ ഒരു രക്ഷാമാർഗം, അവിടെയാണ് വലിയ ശക്തി എന്ന ആശയം. മറ്റുള്ള ആളുകൾ അവർ കുടി നിർത്തി എത്രയോ കാലമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ അവരെ കേൾക്കണം. ഞാനൊന്ന് കീഴ്പ്പെടാൻ തയ്യാറായാൽ അവിടെയാണ് ആ കീഴ്പ്പെടലിൻ്റെ ആദ്യത്തെ പടി. ഒന്ന് നമ്മൾ വേറൊരാളെ കേൾക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയില്ല എന്ന് സമ്മതിച്ചാലേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അതല്ല ഞാൻ തന്നെയാണ് ഏറ്റവും വലുത്, എനിക്കാണ് എൻ്റെ അറിവാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വല്ലവരും ഉൾക്കൊള്ളാൻ പറ്റുക? ഒരു മീറ്റിങ്ങിൽ പോലും നമ്മളത് നോക്കിയാൽ മതി. ഈ മനോഭാവത്തോടെ ഇരിക്കുന്നു, മീറ്റിങ്ങിൽ നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അത്ര പോരാന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലെ ഷെയറിങ് നമുക്കൊന്നും കിട്ടില്ല, ഒരു വസ്തുവും കിട്ടില്ല. ചുമ്മാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് മീറ്റിങ്ങിൽ നമ്മൾ ഷെയർ ചെയ്ത് വലിയ സംഭവമാണ് നമ്മളെന്ന് കാണിക്കാം ഇന്ന് നമുക്ക് തോന്നാം. നമ്മൾ വലിയ സംഭവമാണെന്നുള്ളതൊക്കെ വേറെ വിഷയം. ഇതൊന്നും കാര്യം ഉണ്ടാവില്ല, നമുക്കും പ്രയോജനം ഉണ്ടാവില്ല, വേറുള്ളവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ആ കൂട്ടായ്മയെ അംഗീകരിക്കാനായിട്ട് എന്താണ്, മറ്റുള്ളവരുടെ സഹായമില്ലാതെ കൂട്ടി നിർത്താനായിട്ട് കഴിയില്ല. മറ്റു മനുഷ്യർ അവിടെയാണ് ഏകദേശം സഹോദരങ്ങളെ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയുടെ സഹായം. ഞാൻ ഈ പറയുന്ന ആളുകളിലൊന്നാണ്, എനിക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സഹായത്തിനായിട്ട് മറ്റു മനുഷ്യരുമായിട്ട് അവരെ കേൾക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് അവർ മാറിയത്, ഏത് രീതിയിലാണ് അവർ ആ വലിയ ശക്തി എന്ന ആശയത്തെ അവരുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചത്. വലിയ ശക്തി എന്ന ആശയം പല ആൾക്കാരും പറയും ഞങ്ങൾ വിശ്വാസികളായിരുന്നു പക്ഷെ അത് പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ടാണ്? ഈ വിശ്വാസത്തെ പോലും പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത് ഏഴയിലെ ജീവിത രീതിയിലാണ്. അതുകൊണ്ടാണ് കുടി മാറ്റി നിർത്താൻ പറ്റാത്തത്. ശരിക്കും ആ പരിപൂർണമായി പരാജയം അംഗീകരിക്കുകയും ആ ശക്തിയെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ജീവിത രീതിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും പിന്നെ കുടിക്കേണ്ടി വരില്ല എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. പണ്ടേറ്റ ടൈമിലൂടെ കുടി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഇച്ഛാശക്തിയെ ദുർവിനിയോഗം നടത്തിയത് എന്നുള്ള തിരിച്ചറിവാണ്. എവിടെയാണ് നമ്മൾ കുഴപ്പത്തിലെത്തിയത്?
അപ്പോൾ കുടി നിർത്താൻ പരിപൂർണമായിട്ട് ആഗ്രഹമുള്ളവനാകുന്നു. എത്ര ദൂരം പോകാനും മനസ്സുള്ളവനായിട്ട് ഞാൻ മാറുന്നു. ഞാൻ തറ പറ്റിയിരിക്കുന്നു, എനിക്ക് പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായി തന്നെ സമ്മതിക്കണം. ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, അത് ഏതെങ്കിലും മദ്യത്തിന്റെ മുന്നിൽ മാത്രമല്ല. മദ്യത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ പോലും മദ്യത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നിയന്ത്രണത്തിലല്ല എന്നാണ്. ബാക്കി കുടിയൊഴിച്ച് ബാക്കി കാര്യങ്ങളിലൊക്കെ അറിവ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ കുടിയുടെ കാര്യത്തിൽ പറ്റാതിരുന്നത്? അത് കെമിക്കലാണെന്ന്. അപ്പൊ എന്താണ്, വിചാരിച്ച പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്ത പല മേഖലകളും ഉണ്ടല്ലോ. അവിടെയാണ് പരിപൂർണമായ തറപറ്റൽ. അപ്പൊ മറ്റുള്ളവരെ കേൾക്കാൻ പറ്റും. ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുച്ഛം ഉണ്ടാവില്ല. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ഒരു ദിവസമെങ്കിലും നമ്മളെക്കാൾ മുന്നേ കുടി നിർത്തിയിട്ടുള്ള ആളുകൾ അവരെങ്ങനെയാണ് നിർത്തിയത്? വളരെ കൃത്യമായിട്ട് തന്നെയാണ്. മദ്യത്തിന്റെ മേലിൽ നമുക്ക് നിയന്ത്രണമില്ല, ഉപാധികളില്ലാതെ നമ്മൾ സമർപ്പിക്കുന്നു. ഉപാധികളില്ലാതെ വലിയ ശക്തി എന്ന ആശയത്തെ നമ്മൾ ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ഞാൻ എൻ്റെ ഹിതത്തിനനുസരിച്ച് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് പറ്റുള്ളൂ. കുടി നിർത്താനുള്ള ആഗ്രഹമാണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത്. കുടി നിർത്താനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെന്താണ്, ചില നടപടിക്രമങ്ങൾ എടുക്കാൻ തയ്യാറാവുമോ? ഒരു ജീവിത രീതിയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ എങ്ങനെയാ, ഒരു മീറ്റിങ്ങിൽ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ ഒരാളായിരിക്കും. അതിൽ ഒരാളെയും വിലയിരുത്തുന്നില്ല, ഒരാളുടെയും ഷെയറിങ്ങിന്റെ വിലകൾ നമ്മൾ ഇടുന്നില്ല. ആ കൂട്ടത്തിൽ ഒരാളാണല്ലോ. പല പ്രശ്നങ്ങളും ഉണ്ടാവും, എനിക്കുണ്ട്. അപ്പൊ അവിടുന്ന് കേൾക്കണം, അതിന് പറ്റിയ കാര്യങ്ങൾ എടുക്കണം, അല്ലാത്തത് വിടണം. അപ്പൊ അത്തരമൊരു മനോഭാവം എടുക്കാൻ തയ്യാറാവുമ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് പ്രവർത്തിക്കുക. അത് കഴിഞ്ഞ് എയുടെ പ്രോഗ്രാം പ്രവർത്തിക്കുക. മീറ്റിംഗ് പ്രവർത്തിക്കുമ്പോഴാണ് എയുടെ പ്രോഗ്രാം, ഫെലോഷിപ്പിന്റെ ഒപ്പം തന്നെ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന്റെ ബാലപാഠവും മീറ്റിംഗ് തുടങ്ങുന്നത്. എങ്ങനെയാണ് കുടി നിർത്തേണ്ടത്? 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ആ കുടിയെ മാറ്റി നിർത്തുമ്പോൾ എങ്ങനെയാണ് 24 മണിക്കൂർ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളോട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ അപവാദമല്ല, മറ്റുള്ള ആളുകളെ പോലെ തന്നെയാണ്, ഈ കൂട്ടത്തിലൊരാളാണ് എന്ന് അംഗീകരിക്കാനും കൂട്ടത്തിലൊരാളായി നിൽക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തനായിട്ട് മാറുക എന്നത് പണ്ടും വ്യത്യസ്തനായി നടക്കാൻ ശ്രമിച്ച അപകടം പറ്റിയത് കൊണ്ട് തന്നെ കൂട്ടത്തിലെ ഒരാളായി തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. അത് എന്നും അങ്ങനെ വേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി എഫേഴ്സ്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.